ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സസൈസ് 3.3 ക്വസ്റ്റ്യൻ നമ്പർ 6 വരെയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിന്ന് ആദ്യം ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. എന്താ തന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ. ഷോ ദാറ്റ് ദ മെട്രിക്സ് എ ഈസ് എ സിമെട്രിക് മെട്രിക്സ്. എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താണ് ഒരു സിമെട്രിക് മെട്രിക്സ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? എ എന്ന് പറയുന്നൊരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ എയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എ തന്നെ കിട്ടും അല്ലേ? അപ്പോൾ എയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എ തന്നെ കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. എ ഡാഷ് ഇസ് ഈക്വൽ ടു 1 -1 5. ദെൻ സെക്കൻഡ് റോ എന്താണ്? അത് സെക്കൻഡ് കോളമായിട്ട് എഴുതണം. -1 2 1. ഇനി തേർഡ് റോ എന്താണ്? അത് തേർഡ് കോളമായിട്ട് എഴുതുക. 5 1 3. സി, ഈ മെട്രിക്സ് എന്താണോ അത് തന്നെയാണ് ട്രാൻസ്പോസ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഒരു ചേഞ്ചും ഇല്ല. അതായത് എ ഡാഷ് എടുത്തപ്പോൾ നമുക്ക് എ തന്നെ കിട്ടി. ദാറ്റ് ഇംപ്ലൈസ് വാട്ട്? എ ഈസ് എ സിമെട്രിക് മെട്രിക്സ് അല്ലേ? എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എ തന്നെ കിട്ടുകയാണെങ്കിൽ ആ മെട്രിക്സിനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഈ പാർട്ട് ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ നമ്പർ 7ൻ്റെ പാർട്ട് 1 ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7ൻ്റെ പാർട്ട് 2 എന്താ തന്നിരിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്? എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ -a കിട്ടുകയാണെങ്കിൽ, നെഗറ്റീവ് ഓഫ് എ കിട്ടുകയാണെങ്കിൽ ആ മെട്രിക്സിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എയുടെ ട്രാൻസ്പോസ് എടുക്കാം. എങ്ങനെയാണ് ട്രാൻസ്പോസ് എടുക്കുന്നത്? ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളമായിട്ട് എഴുതുന്നു. അപ്പോൾ 0 1 -1. ആൻഡ് സിമിലർലി സെക്കൻഡ് റോ ചേഞ്ചസ് ടു സെക്കൻഡ് കോളം. -1 0 1. ആൻഡ് തേർഡ് റോ ചേഞ്ചസ് ടു തേർഡ് കോളം. അപ്പോൾ എന്ത് വരും? 1 -1 0. ഇതാണ് നമ്മുടെ എ ഡാഷ്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ കിട്ടിയ മെട്രിക്സ് എന്താണോ അതിനെ ഒരു -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതല്ലേ ഈ മെട്രിക്സ്? 0 0 തന്നെ. ഇവിടെ 1 ആയിരുന്നു, അത് -1 ആയി. -1 എന്തായി? 1 ആയി. ഇവിടെ -1 അഗെയിൻ 1 ആയി. 0 0 തന്നെ. 1 -1 ആയി. 1 -1 ആയി. -1 1 ആയി. അതായത് ഈ മെട്രിക്സ് എന്താണോ അതിനെ ഒരു നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. സോ എ ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? -a എന്ന് എഴുതാം. എ ഡാഷ് ഇസ് ഈക്വൽ ടു -a ആയതുകൊണ്ട് നമ്മുടെ ആ മെട്രിക്സ് എ എന്ന് പറയുന്നത് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 7ൻ്റെ പാർട്ട് 2. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്താ പറയുന്നത്? ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് അല്ലേ? ഒരു 2x2 ഓർഡറുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് a + a' എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കുമെന്നും a - a' എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കുമെന്നും നമ്മൾ തിയറത്തിൽ പഠിച്ചു. ആൻഡ് നമ്മളത് പ്രൂവ് ചെയ്തിരുന്നു. ഇനി ഇതൊന്ന് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ഈ മെട്രിക്സ് ഇട്ടിട്ട് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? a' കണ്ടുപിടിക്കണം, a + a' കണ്ടുപിടിക്കണം, a - a' കണ്ടുപിടിക്കണം. ദെൻ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ അതിനു വേണ്ടി ഞാൻ a' ആദ്യം കണ്ടുപിടിക്കുന്നു. a' എങ്ങനെ കണ്ടുപിടിക്കുക? റോ ചേഞ്ചസ് ടു കോളം അല്ലേ? ഫസ്റ്റ് റോയിൽ 1 5 ആണത് ഞാൻ താഴത്തോട്ട് എഴുതി. ഓക്കെ, ഇനി സെക്കൻഡ് റോയിൽ 6 7 ആണ്, അത് ഞാൻ സെക്കൻഡ് കോളമാക്കി എഴുതി. ഇനി a + a' കണ്ടുപിടിക്കുന്നു. a + a' എങ്ങനെ കണ്ടുപിടിക്കും? എയിലെയും a'-ലെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കൂട്ടും. 1 + 1 2, then 5 + 6 11, then 6 + 5 is again 11, 7 + 7 is 14. ഇതാണ് നമ്മുടെ a + a'. ഓക്കെ, ഇനി a - a' കൂടെ കണ്ടുപിടിക്കാം. a - a'. എന്ത് ചെയ്യണം? എയുടെ കറസ്പോണ്ടിങ് എലമെൻറ്റ്, എയുടെ എലമെൻറ്റ് എന്താണോ അതും a'-ൻ്റെ എലമെൻറ്റ്, ആ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, 1 - 1 1 - 1 is 0. ഇനി 5 - 6 5 - 6 is -1. And 6 - 5 is 1. Then 7 - 7 is
0. ഓക്കെ, അപ്പോൾ എ മൈനസ് എ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇതാ എ പ്ലസ് എ ഡാഷ് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് എ പ്ലസ് എ ഡാഷ് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എ പ്ലസ് എ ഡാഷിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം അല്ലേ? അതായത് 2, 11, 11, 14 എന്ന് പറയുന്ന ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഫസ്റ്റ് റോ ചേഞ്ചസ് ടു എന്താണ്? ഫസ്റ്റ് കോളം ആകും. അപ്പോൾ 2, 11. ഇനി സെക്കൻഡ് റോ 11, 14 എന്ന് പറയുന്ന ആ സെക്കൻഡ് റോ നമുക്ക് എന്തായിട്ട് എഴുതണം? സെക്കൻഡ് കോളമായിട്ട് എഴുതണം. അപ്പോൾ 11, 14 ഇത് ശരിക്കും എന്ത് തന്നെയാണ്? നമ്മുടെ എ പ്ലസ് എ ഡാഷ് തന്നെയല്ലേ? അപ്പോൾ എ പ്ലസ് എ ഡാഷിൻ്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ നമുക്ക് എ പ്ലസ് എ ഡാഷ് തന്നെ കിട്ടി. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എ പ്ലസ് എ ഡാഷ് ഈസ് സിമെട്രിക് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എ മൈനസ് എ ഡാഷ് സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എ മൈനസ് എ ഡാഷിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. ആൻഡ് എ മൈനസ് എ ഡാഷ് എന്തായിരുന്നു? 0, -1, 1, 0 ഇതിൻ്റെ ട്രാൻസ്പോസ്. ഓക്കെ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാക്കി എഴുതുക. സോ ദിസ് ഇസ് ഈക്വൽ ടു 0, -1 ആൻഡ് സെക്കൻഡ് റോ സെക്കൻഡ് കോളമാക്കി എഴുതുക 1, 0. ഓക്കെ, അപ്പോൾ ഇതാണ് എ മൈനസ് എ ഡാഷ്. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് എ മൈനസ് എ ഡാഷും എ മൈനസ് എ ഡാഷിൻ്റെ ട്രാൻസ്പോസും. ഇവിടെ എ മൈനസ് എ ഡാഷ് എന്താണോ അതിനെ ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത ആളല്ലേ ഈ കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ആ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തെഴുതാം? ദിസ് ഇസ് മൈനസ് ഓഫ് എ മൈനസ് എ ഡാഷ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ മൈനസ് വന്നു കഴിഞ്ഞാൽ വാട്ട് വി ക്യാൻ കൺക്ലൂഡ്? എ മൈനസ് എ ഡാഷ് ഈസ് സ്ക്യൂ സിമെട്രിക്. ഓക്കെ, ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. എ പ്ലസ് എ ഡാഷ് സിമെട്രിക് ആണെന്നും എ മൈനസ് എ ഡാഷ് സ്ക്യൂ സിമെട്രിക് ആണെന്നുമായിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി ലെറ്റ് us study question number 9. Question number 9. Question number 9 ഇതാണ്. Find half into a plus a dash and half into a minus a dash when a is equal to the a എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷും ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷും കണ്ടുപിടിക്കണം. സോ നമുക്ക് അത് ചെയ്യാം. 0ab -a 0c എന്തുവാ തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 9. a is 0ab -a 0c -a 0c and third row is -b -c 0 -b -c 0. ഇതാണ് നമ്മുടെ എ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി നീഡ് ടു ഫൈൻഡ് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എ ഡാഷ് കണ്ടുപിടിക്കണം അല്ലേ? എ ഡാഷ് എന്താണ്? 0ab ദെൻ -a 0c -b -c 0 ഇതാണ് നമ്മുടെ എ ഡാഷ്. ഇനി എ പ്ലസ് എ ഡാഷ് കണ്ടുപിടിക്കാം. ദാ എയും എ ഡാഷിൻ്റെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ കൂട്ടുക. 0 + 0 0 a plus -a is 0 b - b 0 അടുത്തത് 0 0 - a 0 + 0 0 c plus -c is again 0 0 0 0. ദാ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷ് നമുക്ക് എന്ത് കിട്ടി? എല്ലാ എലമെൻറ്റ്സും 0 എന്ന് കിട്ടി. ഒരു 0 മെട്രിക്സ് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ പ്ലസ് എ ഡാഷ് എന്താണോ അതിൻ്റെ ഹാഫാണ് കണ്ടുപിടിക്കേണ്ടത്. അതും എന്ത് തന്നെയായിരിക്കും? അപ്പം 0 0 0 0 0 0 0 0 0 ഒരു 0 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് പാർട്ട് 1ൻ്റെ ആൻസർ അതാണ്. പാർട്ട് 1 മീൻസ് ഇവിടെ തന്നിരിക്കുന്ന ഇതാണ്. വി നീഡ് ടു ഫൈൻഡ് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷ് ആൻഡ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ്. ഇനി നമുക്ക് എ മൈനസ് എ ഡാഷ് കണ്ടുപിടിക്കാം. ഓക്കെ, വാട്ട് ഇസ് എ മൈനസ് എ ഡാഷ്? എ മൈനസ് എ ഡാഷ് എ എന്തായിരുന്നു? 0 a b -a 0 c -b -c 0 ഇതാണ് നമ്മുടെ എ മൈനസ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ 0 -a -b a 0 -c b c 0 ഇതാണ് നമ്മുടെ
എ ഡാഷ്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മൈനസ് ചെയ്തേ. 0 മൈനസ് 0 0, a minus minus a, അപ്പോൾ a plus a is 2a, b minus minus b is 2b, minus a is minus 2a, 0 minus 0 0, c plus 2c ആകും, minus 2b ആകും. ഇവിടെ c minus c is minus 2c, then 0 minus 0 is 0. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു? വി നീഡ് ടു ഫൈൻഡ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ്. അതായത് ഈ തന്നിരിക്കുന്ന മെട്രിക്സ് അതായത് നമുക്ക് കിട്ടിയ മെട്രിക്സ് 0 2a 2b മൈനസ് 2a 0 2c മൈനസ് 2b മൈനസ് 2c 0 എന്ന് പറയുന്ന ഈ മെട്രിക്സിനെ ഒരു ഹാഫ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഞാനിവിടെ തന്നെ എഴുതാം, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി എന്താ വരുന്നതെന്ന്. ഈ മെട്രിക്സിനെ ഒരു 1/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1/2 ഇൻറ്റു 0 0 വരും. ദെൻ 1/2 ഇൻറ്റു 2a ഈസ് a, 1/2 ഇൻറ്റു 2b ഈസ് b. ഇവിടെ മൈനസ് എ ആകും, 0 വരും, c വരും, മൈനസ് b മൈനസ് c 0. ഇതാണ് നമ്മുടെ 1/2 ഇൻറ്റു എ മൈനസ് എ ഡാഷ്. ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇത് എല്ലാ എക്സാമിനും ചോദിക്കും. എക്സ്പ്രസ് ഫോളോയിങ് മെട്രിക്സ് ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ തന്നിരിക്കുന്ന മെട്രിക്സിനെ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സം ആയിട്ട് എഴുതണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നിരിക്കുന്ന മെട്രിക്സിനെ നമ്മൾ സം എ എന്ന് വിളിക്കുന്നു. 3 5 1 -1. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എ പ്ലസ് എ ഡാഷ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എ എന്താണ്? 3 5 1 -1. ഇനി നമ്മുടെ എ ഡാഷ് എന്താണ്? ഇതിൻ്റെ റോയും കോളവും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തേ. അപ്പോൾ 3 + 3 6, 5 + 1 6, 1 + 5 again 6, -1 + -1 is -2. ഇതാണ് നമ്മുടെ എ പ്ലസ് എ ഡാഷ്. അപ്പോൾ ആദ്യം സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, ദെൻ അത് രണ്ടും കൂടെ കൂട്ടുക. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, അതായത് എക്സാമ്പിളിൽ നമ്മൾ ഓൾറെഡി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലെറ്റ് ഒരു p ഇസ് ഈക്വൽ ടു നമുക്കിപ്പോൾ കിട്ടിയ മെട്രിക്സിനെ ഒരു ഹാഫ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഹാഫ് ഇൻറ്റു 6 6 6 -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3 3 3 -1 എന്ന് വരും. ആൻഡ് ഇനി നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് ഈ പിയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. പി ഇതല്ലേ, ഇതിൻ്റെ റോസിനെയും കോളംസിനെയും ഇൻ്റർചേഞ്ച് ചെയ്തേ. അപ്പോൾ എന്ത് വരും? 3 3 3 -1. ഇതെന്ത് തന്നെയാണ്? ആക്ച്വലി പി തന്നെയാണ് അല്ലേ. അപ്പോൾ പി ഡാഷ് ഇസ് ഈക്വൽ ടു പി ആണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? പി ഈസ് എ സിമെട്രിക് മെട്രിക്സ് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ആദ്യം ചെയ്തത് എ പ്ലസ് എ ഡാഷ് കണ്ടുപിടിക്കുന്നു. പിന്നെ സം പി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷ്. ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷിന് പി എന്ന് പേര് കൊടുക്കുന്നു. എന്നിട്ട് പിയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുമ്പോൾ പി തന്നെ കിട്ടണം. അതായത് പി സിമെട്രിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് വി നീഡ് ടു ഫൈൻഡ് എ മൈനസ് എ ഡാഷ്. എ മൈനസ് എ ഡാഷ് കണ്ടുപിടിക്കണം. എന്തായിരുന്നു എ? 3 5 1 -1 3 5 1 -1 ഇതായിരുന്നു നമ്മുടെ എ. മൈനസ് എ ഡാഷ് എന്തായിരുന്നു? 3 1 5 -1 ഇതായിരുന്നു നമ്മുടെ എ ഡാഷ്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മൈനസ് ചെയ്തേ. 3 - 3 0, 5 - 1 is 4, 1 - 5 is -4, -1 + 1 is 0. ഇതായിരുന്നു നമ്മുടെ എ ഡാഷ്. അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇതാണ് ലെറ്റ് ക്യൂ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ് എന്ന് കൊടുക്കും. അതായത് ഹാഫ് ഇൻറ്റു ഇപ്പോൾ കിട്ടിയ മെട്രിക്സായ 0 4 -4 0 0 ആയിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു 0 2 -2 0. So our Q is 0 2 -2 0.
എന്നിട്ട് നമ്മൾ ക്യൂവിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും. അതായത് 0 to -2 0 എന്ന് കിട്ടും. അത് ആക്ച്വലി എന്താണ്, ഈ ക്യൂവിൻ്റെ നെഗറ്റീവാണ് അല്ലേ, ക്യൂവിൻ്റെ നെഗറ്റീവാണ്. സോ എന്ത് നമുക്ക് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു -q എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്, ക്യൂ ഈസ് എ സിമെട്രിക്, ക്യൂ ഈസ് എ സിമെട്രിക് മെട്രിക്സ് എന്ന് കിട്ടും. നമുക്ക് 2 ടൈപ്സ് ഓഫ് മെട്രിക്സസ് കിട്ടി. ഒരെണ്ണം പി സിമെട്രിക് ആൻഡ് ക്യൂ, സോറി ഞാൻ എഴുതിയത് തെറ്റിപ്പോയി, സ്ക്യൂ സിമെട്രിക്, -q അല്ലേ, ക്യൂ സ്ക്യൂ സിമെട്രിക്. അപ്പോൾ പി എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ടായിരുന്നു, അത് സിമെട്രിക് ആയിരുന്നു. ആൻഡ് ഇപ്പോൾ കിട്ടിയത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പിയും ക്യൂവും കൂടെ ആഡ് ചെയ്യണം. നമ്മുടെ പി എന്തായിരുന്നു നമുക്ക് നോക്കാം. പി എന്തായിരുന്നു, ഇറ്റ് ഈസ് 3 3 3 -1, 3 3 3 -1 ഇതായിരുന്നു നമ്മുടെ പി. ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ 0 2 -2 0 ആയിരുന്നു. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 + 0 3 കിട്ടും. ആൻഡ് 5 1 -1 ഇങ്ങനെ കിട്ടത്തില്ലേ. ഇത് തന്നെയായിരുന്നു നമ്മൾ തുടങ്ങിയപ്പോൾ ഉള്ള മെട്രിക്സ്. നമുക്ക് നോക്കാം, 3 5 1 -1, യെസ് 3 5 1 -1, അതായത് നമ്മുടെ എ തന്നെയാണ് നമുക്ക് കിട്ടിയത് അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു എ. അതായത് എ ഈസ് റെപ്രസെൻറ്റഡ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് അല്ലേ. പി ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു, ക്യൂ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്തിരുന്നു. ഇപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് ആരെ കിട്ടി, എ എന്ന് പറയുന്ന മെട്രിക്സിനെ